പുതിയൊരു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കല്ലു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പേര് പറയാവേ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? എന്നാലും ഞാൻ വെച്ച ലെറ്റർ അവിടെ പോയി. ഞാൻ വെച്ച ലെറ്റർ അല്ലല്ലോ എന്നാലും കിട്ടിയത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പൊ എല്ലാത്തിനും ലാസ്റ്റ് കുറ്റക്കാരി ഞാൻ. എന്റെ പേരിൽ മാത്രമാണ് കുറ്റമൊക്കെ വരുന്നത്. ഞാൻ ഇത്രയും പൊലിപ്പിച്ചൊന്നും കത്ത് എഴുതില്ലായിരുന്നു. കണ്ണേട്ട ഐ ലവ് യു എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളായിരുന്നു. ഇത്രയും വലിയ ലെറ്ററൊക്കെ ഇത് എവിടുന്ന് കിട്ടിയോ എന്തോ. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. കണ്ണേട്ടൻ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞാറ്റെന്നുള്ള പേര് കേൾക്കുമ്പോ കണ്ണേട്ടൻ ഇങ്ങനെ പതറേണ്ട ആവശ്യമില്ലല്ലോ. ആ പേര് കേൾക്കുമ്പോ എന്നെ എന്താണ് കടിച്ചു തിന്നാൻ പൊന്ന പോലെ വരുന്നേ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താണ് മോളെ, ഉറക്കമൊന്നും ഇല്ലേ? കുറെ നേരം ആയല്ലേ ഇവിടെ തന്നെ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിട്ട്. തലയുടെ സ്ക്രൂ വല്ലതും ഇറങ്ങി പോയോ? ഒന്ന് പോയിക്കോണം അവിടുന്ന്. അല്ലാണ്ട് തന്നെ മനുഷ്യൻ തലക്ക് വെളിവില്ലാതെ ഇവിടെ നടക്കണം. അതിന്റെ അടക്കം ഓരോന്നും പറഞ്ഞു വന്നോളൂ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിലേ ചേച്ചി അങ്ങ് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. എന്നെ വെറുതെ ഉറക്കാൻ നിക്കട്ടെ കേട്ടോ. ഓഹോ, മേഡം വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യമൊന്നുമല്ല ഞാൻ ചോദിച്ചോളൂ. ഓ, എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയതല്ലേ, സാരമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുതെന്ന്. എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടും. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കായിരുന്നു. ഞാൻ ഒറ്റക്ക് ആലോചിച്ചാൽ അതിനുള്ള സൊല്യൂഷനും എല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് മാത്രം. ഓ, എന്താണാവോ ഇത്ര അന്താരാഷ്ട്ര കാര്യം? എന്നോട് കൂടി ഒന്ന് പറയാവോ മാഡം? വേണ്ട. കല്ലു ചേച്ചിനോട് പറഞ്ഞിട്ട് വേണം കല്ലു ചേച്ചി എന്നെ ഒറ്റ കൊടുക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഇസ്തയുടെ ഏഴാം കൂലിയാണെന്ന വിചാരം. ഈ ചീട്ടിലെ ജോക്കറിനെ പോലെ. ഞാൻ ജോക്കറൊന്നുമല്ല. അതിന് എന്റെ കാത്തു ജോക്കറാന്ന് ഇവിടെ ആരാ പറഞ്ഞേ? വേണ്ടാട്ടോ, വേണ്ടാട്ടോ. ഒരുപാടൊന്നും സോപ്പിടണ്ട. ആ സോപ്പിലൊക്കെ വീഴുന്നൊരു കാത്തു ഉണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് വരെ. ആ കാത്തുനെ ഞാൻ അവിടെ കളഞ്ഞിട്ട് പുതിയ കാത്തുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ. ഓ, അങ്ങനെ വേണ്ടായിരുന്നു. എനിക്ക് ആ കാത്തുവിനെയായിരുന്നു ഇഷ്ടം. വായാടി കാത്തു. എന്ത് സ്നേഹാന്നറിയാം അവക്ക് എന്നോട്. ഞാനില്ലാതെ ഒരു ദിവസം പോലും നിക്കില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പെണ്ണായിരുന്നു. ഓ, ഇപ്പൊ നമ്മളെയൊന്നും ആർക്കും വേണ്ടേ. കണ്ണേട്ടനെ മതി. ഇവിടുന്ന് പോയപ്പോൾ ഒരു വാക്ക് എന്നോട് പറയാൻ പോലും തോന്നിയില്ലല്ലോ. അതൊന്നില്ല. അതിനിപ്പോ എന്നാ വേണം? ഓ, എനിക്കൊന്നും വേണ്ടേ. എന്നാ പോയി ഉറങ്ങിക്കൂടെ? എന്തിനാ വെറുതെ എന്നെ ശല്യം ചെയ്യാൻ വരുന്നേ? ഞാൻ ശല്യം ചെയ്യാറൊന്നും വന്നല്ല. അമ്മ പറഞ്ഞ് TV ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അമ്മ പറയണ കേട്ടില്ലെങ്കിൽ അറിയാലോ, അമ്മ അടുത്ത് വടിയും കൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ നല്ല പൂര നടക്കും ഇവിടെ. വെറുതെ എന്ത് കാര്യത്തിനാ? ഞാൻ പറഞ്ഞു നോക്കാന്ന് ഓർത്തു. നിനക്ക് പറ്റത്തില്ല എന്തേ? അമ്മ തരുന്ന എന്താന്ന് വെച്ചാൽ നീ ഇരി കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. നേരത്തെ മേടിച്ച പോലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. എനിക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതാ. ഗുഡ് നൈറ്റ്. ആ, അമ്മ എന്ത് തന്നാലും ഞാൻ അങ്ങ് വാങ്ങിച്ചോളാം കേട്ടോ. വേറെ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. പോയി കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ശരി മാഡം. ഓ, എന്തായിരുന്നു എവിടം വരെ ആലോചിച്ച് ഒരു പിടുത്തവും കിട്ടണില്ലല്ലോ. ഓ, എല്ലാരും കൂടി എന്തിനാണ് എന്നെ ശല്യം ചെയ്യാൻ വരുന്നേ? TV ഓഫ് ചെയ്തൊക്കെ ഇനി അമ്മയ്ക്ക് അത് മതി. അമ്മ പറയണ കേട്ടില്ലെന്നുണ്ടെങ്കിൽ വന്ന് തലക്കിട്ട് കൊട്ടു അമ്മ. വെറുതെ എന്ത് കാര്യത്തിനാ വയ്യ പോണ വയ്യ വേല് വലിച്ച് തലയെടുക്കുന്നേ? ഇവിടെ ഇരുന്ന് ആലോചിക്കാം. എന്തായാലും ഇവിടെ ഒന്നും ആദ്യം ശല്യം ചെയ്യാൻ വരികയല്ല. അതാണുള്ളൊരു സമാധാനം. വന്ന് എനിക്ക് ബാത്റൂമിൽ മാത്രമേ സമാധാനം സ്വസ്ഥത കിട്ടുള്ളൂന്നായല്ലോ എന്റെ കൃഷ്ണ. കാത്തു, കാത്തു ഇറങ്ങാനായോ? ഒന്ന് വേഗം ഇറങ്ങി, എനിക്ക് ബാത്റൂമിൽ പോണം, അർജന്റാ. ഷെടാ, ഇത് വലിയ കഷ്ടായില്ലേ. ഇവിടെ ഇരുത്തത്തില്ല മനുഷ്യനാ. ഇല്ല, ഇറങ്ങാനായിട്ടില്ല. ഞാൻ ഇപ്പോഴൊന്നും ഇറങ്ങത്തില്ല. ഞാനിപ്പൊ കേറിയതേ ഉള്ളു. കണ്ണേട്ടന് വേണമെന്നുണ്ടെങ്കിലേ അച്ഛനും അമ്മയുടെയും ബാത്റൂമിൽ പൊക്കോട്ടോ. ഇവിടെ ടോയ്ലറ്റ് ഫ്രീ അല്ല. പ്ലീസ്
കിടക്കുകയാണ്. ഇവിടെ സമ്മതിക്കല. ആ വന്യ വന്യ കടന്ന് കാറണ്ട. ഇനി ഈ റൂമിലോട്ട് ആരാണാവോ വന്നേന്ന് എനിക്ക് അറിയണമല്ലോ. ആര് വന്നാലും ചവിട്ടിക്കുടിയും താഴത്തിടും. ഈ കണ്ണാടന്റെ ബാഗ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. അതിനകത്ത് കിട്ടുമായിരിക്കും ഞാൻ വെച്ച ലെറ്റർ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് അതും കൂടി വരുമ്പോ എന്തായാലും മനസ്സിലാവല്ലോ. ഓ അല്ലെങ്കിൽ വേണ്ട, ഇനി അവന്റെ ബാഗ് എടുത്തെന്ന് പറഞ്ഞു ഇനി അത് മതി. അവൻ ഉറങ്ങട്ടെ, ഉറങ്ങി കഴിഞ്ഞിട്ട് പോയി നോക്കാം. കാത്തു എന്താ ഉറങ്ങാനും സമ്മതിക്കല്ലേ? ബാത്റൂമിൽ ഇരുന്ന് അവിടെ ഇരുത്തിയല്ല, TV റൂമിൽ ഇരുന്ന് അവിടെ ഇരുത്തിയല്ല, ഒന്ന് കിടക്കാന്ന് പറഞ്ഞ അവിടെ കിടത്തിയല്ല. കഷ്ടായത്. എല്ലാവർക്കും എന്താ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? നീ ദേഷ്യപ്പെടാതെ, എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ അത്യാവശ്യ. വേറെ ആരും കേൾക്കാതെ വേണം എനിക്കത് പറയാനായിട്ട്. ഞാനത് പറയാൻ വന്നതാ. അത് ഞാൻ പറയണോ അതോ ഞാൻ പോണോ? പറഞ്ഞു തീർക്ക്.